നമസ്കാരം. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും പയ്യന്നൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് അയവ് വന്നിട്ടില്ല എന്ന് മാത്രമല്ല, മുറുകുകയും കൂടെയാണ്. അക്രമ സംഭവങ്ങളൊക്കെ പയ്യന്നൂരിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു ടി. പുരുഷോത്തമൻ, വി. കുഞ്ഞികൃഷ്ണൻ അനുകൂലി കൂടിയായിട്ടുള്ള മുൻ CPM നേതാവൊക്കെ ആയിട്ടുണ്ടായിരുന്ന ടി. പുരുഷോത്തമന്റെ ചെമ്മീൻ കെട്ടിലെ ഷെഡ് കത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇതിലെ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ പിടിക്കണം എന്നാവശ്യപ്പെട്ട് പയ്യന്നൂർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ടി. പുരുഷോത്തമൻ ആ, സമരം ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ SP അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് ആ, സമരം അനുനയിപ്പിക്കുകയും എത്രയും പെട്ടെന്ന് ഇതിലൊരു തീർപ്പുണ്ടാകാം, പ്രതികളെ പിടിക്കാം എന്നൊക്കെയുള്ള ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്ത ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. ടി. പുരുഷോത്തമൻ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾക്ക് ബൈറ്റ് നൽകിയിരുന്നത് മുൻ MLA ആയിരുന്നത് TI മധുസൂദനനാണ് ഇതിന് പിന്നിൽ എന്ന രീതിയിലായിരുന്നു. അതേസമയം TI മധുസൂദനൻ ഫസ്റ്റ് വൺ ന്യൂസിനോട് പറഞ്ഞത്, പയ്യന്നൂരിൽ ഏതൊരു രാഷ്ട്രീയ അക്രമ സംഭവങ്ങൾ ഉണ്ടായാലും അതിലൊക്കെ പ്രതിസ്ഥാനത്ത് മുൻ MLA TI മധുസൂദനനാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് അത്ര ഭൂഷണമല്ല എന്ന രീതിയിലായിരുന്നു ഇന്ന് TI മധുസൂദനന്റേതായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ട്. ആ പോസ്റ്റിലേക്ക്, ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണമായ രൂപം ഇങ്ങനെയാണ്: 50 വർഷത്തോളമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന CPIM പ്രവർത്തകനാണ് ഞാൻ. ബാലസംഘം തൊട്ട് പയ്യന്നൂർ കേന്ദ്രമാക്കി ജനങ്ങൾക്കൊപ്പം സഞ്ചരിച്ചു വരികയാണ്. പൊതുപ്രവർത്തകർക്ക് നേരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ജനമധ്യത്തിൽ പ്രതിച്ഛായ തകർക്കുവാനുള്ള ശ്രമങ്ങൾ രാഷ്ട്രീയത്തിൽ അസാധാരണ സംഭവമൊന്നുമല്ല. പക്ഷേ കുറച്ചു വർഷങ്ങളായി പയ്യന്നൂരിൽ കാണുന്നത് വ്യക്തിവിദ്വേഷത്തിന്റെ ഏറ്റവും രൂക്ഷമായ ഭാവങ്ങളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 8 മാസം മുമ്പ് തന്നെ ഫേക്ക് ഐഡികൾ വഴി എനിക്കെതിരെ വിദ്വേഷ പ്രചരണം ആരംഭിച്ചത് കൃത്യമായ പദ്ധതിയുടെയും ആസൂത്രണത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു. നൂറുകണക്കിന് ഫേക്ക് ഐഡികളിൽ നിന്ന് കമന്റുകൾ പല പോസ്റ്റുകൾക്കടിയിലും വന്നു. സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും വ്യാജവും ഒറിജിനലുമായ ഐഡികളിൽ നിന്ന് കമന്റ് ചെയ്യിപ്പിക്കാൻ വിപുലമായ നെറ്റ്വർക്കുകൾ തന്നെ പ്രവർത്തിച്ചു. പയ്യന്നൂരിലെ പാർട്ടി വിരുദ്ധ സംഘം ആസൂത്രണം ചെയ്ത സൈബർ ആക്രമണത്തിന് വ്യക്തിപരമായി മറുപടി കൊടുക്കേണ്ടതില്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുവരെ അത്തരം പ്രതികരണങ്ങൾ നടത്താതിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നിട്ട് 2.5 മാസം പിന്നിട്ടിട്ടും സൈബർ ആക്രമണങ്ങൾക്ക് കുറവൊന്നുമില്ല. ഇന്നലെ ചെമ്മീൻ പാടത്തെ ഷെഡ് കത്തിയ സംഭവം രാവിലെ മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. ഒരു സംഭവം ഉണ്ടായി, പുലർച്ചെ തന്നെ പ്രധാന ചാനലുകൾക്കെല്ലാം ദൃശ്യങ്ങൾ അയച്ചു കൊടുത്ത് ഒരാൾ നടത്തിയ ആദ്യ പ്രതികരണം തന്നെ TI മധുസൂദനനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ്. വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന അടങ്ങാത്ത പക അവസരം കിട്ടുമ്പോഴെല്ലാം വ്യക്തിപരമായ കടന്നാക്രമണത്തിനു വേണ്ടി ഉപയോഗിക്കുകയാണ്. പൊതുമണ്ഡലത്തിൽ ഉയർന്നു വരുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും വ്യക്തിയെ അടർത്തി മാറ്റി ആക്രമിക്കുക എന്ന ഗിബൽസിയൻ തന്ത്രം TI മധുസൂദനന്റെ ആളുകൾ എന്ന ആവർത്തിച്ചുള്ള പ്രയോഗം. കഴിഞ്ഞ ദിവസം അയാൾക്കു മുന്നിൽ കുമ്പിട്ടു നിൽക്കുന്ന എന്റെ AI ഫോട്ടോ നിർമ്മിച്ച് പ്രകോപനമുണ്ടാക്കും വിധമുള്ള പ്രതികരണം ഫേസ്ബുക്കിൽ നടത്തിയത് ബോധപൂർവമാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം പയ്യന്നൂരിലെ പൊതുസമൂഹത്തിനുണ്ട്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സംഭവം നടന്നയുടൻ അതിനു പിന്നിൽ ഞാനാണെന്ന് ഇദ്ദേഹം പ്രസ്താവിക്കുന്നത്? മാധ്യമ ശ്രദ്ധ കിട്ടാൻ നടത്തുന്ന നാടകങ്ങളുടെ തുടർച്ചയാണ് ഇന്നലെ പയ്യന്നൂരിൽ കണ്ടത്. ഇതുകൊണ്ടെല്ലാം തളർത്തിക്കളയാമെന്ന് കരുതുന്നതിൽ പരം മൂഢത്വം വേറെയുണ്ടോ? ഞങ്ങളെ, പയ്യന്നൂരിലെ CPIM-ന്റെ മുൻനിര പ്രവർത്തകരെ ഈ നാടിന് നന്നായി അറിയാം. നേർവഴിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ വളർന്നു വന്നവരാണ് ഞങ്ങളെല്ലാം. കുറച്ചു കാലം കൂടി നിങ്ങൾ വ്യാജ ഐഡികൾ വഴിയുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വിഷം വമിപ്പിക്കുന്ന പ്രവർത്തനം തുടരുമെന്നറിയാം. പക്ഷേ എക്കാലവും അത് സാധിക്കുമെന്ന് കരുതരുത്. അത് വ്യാമോഹമാണ്. ഫസ്റ്റ് വൺ സ്ട്രേറ്റ് മീഡിയ, പയ്യന്നൂർ.